നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അറഫാ ദിവസം പോലെ മറ്റൊരു ദിവസമില്ല സ്വഹാബ. അല്ലാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ്. അധികമാകുന്ന ജനങ്ങളെ, നരകത്തിൽ കിടക്കുന്ന വെന്തുരുകി കിടക്കുന്ന ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചനപത്രത്തിന്റെ കരാറ് പത്രം അല്ലാഹു രേഖപ്പെടുത്തുന്നതായ ദിവസമാണ് അറഫ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പാപമോചനം ഉറപ്പാണ്, ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്, നരകീയ മോചനം ഉറപ്പാണ് അന്നത്തെ ദിവസം. മനസ്സിലായില്ല? നോമ്പ് നോറ്റാ പാപമോചനം, ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പ്, ഉത്തരം ഉറപ്പ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആ ദിവസം ശരിക്ക് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പടച്ചറബിലേക്ക് തൗബ ചെയ്ത് നിലകൊണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം അവന് രേഖപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വഇന്നഹു ലയദുനൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം പ്രത്യേകമായി മലക്കുകളോട് അടുത്ത് നിന്നുകൊണ്ട് പറയുമത്രേ, യാ മലായികതി ഉശ്ഹുദൂ ഇശ്ഹദൂ, അല്ലയോ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാകണേ, അന്നീ ഖദ് ഗഫർതു ലഹും, ഈ നിലകൊള്ളുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളില്ലേ, അറഫ മൈതാനിയിൽ ചൂടുള്ളതാകുന്ന വെയിലത്ത് നിലകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപമോചനത്തിനർത്ഥിക്കുന്ന വിശ്വാസികളില്ലേ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിൽ നോമ്പ് നോറ്റുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുഅ്മിനീങ്ങളില്ലേ, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ആ ദിവസം തൗബ ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സാക്ഷിയാകണം കേട്ടോ, മലക്കുകളോട് പറയാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ അമൽ ചെയ്തോ. ഖുർആൻ ഖത്മ തുടങ്ങി വെക്കിൻ സഹോദരിമാർ. ഇനി ഒരു 5 ദിവസമുണ്ട്. ഒരു ദിവസം ഒരു 5 ജുസു വെച്ച് ഓതാൻ അറിയാവുന്നവരല്ലേ എന്തായാലും. SLC പ്ലസ് 2 വരെ മദ്രസയിൽ പഠിച്ചതല്ലേ, സമസ്തയുടെ സിലബസിലൊക്കെ നല്ലതുപോലെ ഓതാൻ അറിയാം. ഓതുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഓതാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കാര്യം. ഒരു 5 ജുസു വീതം ഓതി 1, 2, 3, 4, 5, 6 ആറാമത്തെ ദിവസം ഖത്മായി അഥവാ കറക്റ്റ് ദുൽഹിജ്ജ 9 ഖത്തം തീർക്കാൻ പറ്റും. ഉച്ച കഴിഞ്ഞ് റാഹത്തായിട്ട് ദുആരക്കാം. 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വെച്ചാൽ നല്ല റാഹത്തായിട്ട് 5 ജുസു ഓതി തീർക്കാം. ഓതാൻ അറിയാവുന്നവൻ വല്ലദീ യതകഅഉ ലഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവന് 2 കൂലി ഉണ്ടെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെയും പരിശ്രമിക്കും. ഖുർആൻ ഖത്മ തീർക്കാം. അങ്ങനെ ഒരു ഖത്മ തീർത്തിട്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ 9 അറഫാ ദിവസം ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ദുആ ചെയ്യാം. ആ ഖുർആൻ ഖത്മ വെച്ചിട്ട് ദ്വാരക്ക. അല്ലാഹു, ഞാൻ ഈ ഖുർആൻ ഖത്മിന്റെ തത്തുല്യമായ പ്രതിഫലം സർവ്വ അംബിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, മഹത്തുക്കൾ, മഹിളകൾ, എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എന്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നു. അവരുടെ പൊരുത്തവും മദതും ഹിഫ്ളും ഹിമായത്തും എനിക്ക് നൽകണം. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുക്കണം. ഇന്ത്യ രാജ്യത്ത് സന്തോഷവും സമാധാനത്തിന്റെയും അവസരത്തിന് കളമൊരുക്കണം. വളരെ സന്തോഷകരമാകുന്ന ജീവിതം എനിക്കും എന്റെ കുടുംബത്തിനും സാധ്യമാകണം. ഈമാൻ സലാമത്താവണം. എത്രയോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ഒക്കെ ചോദിച്ചു വാങ്ങി ഇജാബത്തിന്റെ ദിവസമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ പിശാചി ഏറ്റവും കൂടുതൽ കരയുകയും മണ്ണ് വാരി തലയിലിട്ടുകൊണ്ട് ഓടി നടക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഏത്? അറഫാ ദിവസം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാറുയ ശൈത്വാനു അസ്ഗറ വലാ അഹ്ഖറ വലാ അഹദറ മിൻ യൗമി അറഫ.
അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ പിശാചിനെ കണ്ടിട്ടില്ല കേട്ടോ. അറഫാ ദിവസം പോലെ നിന്ദനായി നിസാരനായി തീരുന്ന ഒരു ദിവസം പിശാചിനെ കണ്ടിട്ടേ ഇല്ല. ഏറ്റവും ദുഷിച്ചതാകുന്ന ദിവസമാണ്. കാരണം ലോക ജനത മുഴുവനും വിശ്വാസികൾ മുഴുവനും അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ളവർ അറഫ മൈതാനിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അവർ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അറഫയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ, മക്കയിലല്ലാത്തവർ, ഹജ്ജിന് വേണ്ടി വ്യാപൃതരാകാത്തവർ നോമ്പ് നോറ്റുകൊണ്ട് ആ സമയവും സന്ദർഭവും പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്, പാപമോചനത്തിന് നിർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറുയ ശൈത്വാനു അസ്ഗറ വലാ അഹ്ഖറ മിയൗമി അറഫ. അറഫാ ദിവസം പോലെ ഏറ്റവും നിസാരനായി നിന്ദനായി പിശാചിനെ ഒരു ദിവസം കണ്ടിട്ടേ ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നോമ്പ് നോൽക്കണം, ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ശരിക്ക് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. എങ്കിൽ നരകീയ മോചനം, പാപമോചനം, ഇജാബത്ത് ഒക്കെ ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇനി ഒരു രാവിലേക്ക് കടക്കാണ്, പെരുന്നാൾ രാവ്. സുബ്ഹാനല്ലാഹ്. അതിനു മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അമലുകൾ. തക്ബീർ നേരത്തെ തന്നെ തുടങ്ങി. ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ പെരുന്നാളിന്റെ സുദിനത്തിലോ അനുബന്ധപ്പെട്ട അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിലോ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചവൻ ദുൽഹിജ്ജ 1 മുതൽക്ക് ആട്, മാട്, ഒട്ടകങ്ങളെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തന്നെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ സമയങ്ങളിലൊക്കെ ആടുമാട് ഒട്ടകങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെല്ലണം? ഒറ്റവട്ടം ചെല്ലിയാൽ മതി. എന്ത്? അല്ലാഹു അക്ബർ. വീണ്ടും കേൾക്കാൻ വീണ്ടും ചെല്ലണം, അല്ലാഹു അക്ബർ. പുരുഷന്മാർക്കും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. അങ്ങനെ വന്ന് പിന്നെ തക്ബീർ പെരുന്നാളിനോടനുബന്ധിച്ച് പ്രത്യേകമായി തക്ബീർ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം. എപ്പോൾ? من صبح يوم عرفة إلى عصر آخر أيام التشريق. فتح المعين الكلام. അറഫാ ദിവസത്തിന്റെ സുബഹി മുതൽക്ക് ദുൽഹിജ്ജ് 9ന്റെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ അറഫാ ദിവസവും അതിന്റെ ശേഷമുള്ളതാകുന്ന പെരുന്നാളിന്റെ സുദിനവും അയ്യാമു തശ്രീഖിന്റെ 3ാമത്തെ ദിവസം 11, 12, 13 അഥവാ ഈ വർഷം 2024 ജൂൺ മാസം 20-ാം തീയതി, അതാണ് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം. 20-ാം തീയതി അസർ നിസ്കാരത്തിന് ശേഷം വരെ ആ തക്ബീർ ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തക്ബീർ. സലാം വീട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മയ്യിത്ത് നിസ്കാരത്തിന് ശേഷവും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും എന്ന് വേണ്ട എല്ലാത്തിനും ശേഷവും ഇത് തുടരണം. നിസ്കാരം സലാം വീട്ടിയാൽ ഉടനെ ആദ്യം തക്ബീറാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ ദിക്റിന് മുമ്പ് ഈ തക്ബീറാണ്. അതുകൊണ്ടാണ് ആ തക്ബീറിനെ മുഖയ്യദ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തക്ബീർ ചൊല്ലണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുന്നത്താണ്. ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നാട്ടുകാരെ കേൾപ്പിക്കാനല്ല, മൈക്ക് വെച്ചോണ്ട് ചെല്ലണമെന്നില്ല. സ്വന്തം ശരീരം കേൾക്കുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. ഏതാണ് ആ തക്ബീർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തക്ബീർ ചെല്ലുമ്പോൾ റാഇന് സുകൂൻ കൊടുത്ത് ചെല്ലലാണ് എപ്പോഴും നല്ലത്. ബാങ്ക് വിളിക്കുമ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നല്ല, അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, റാഇന് സുകൂൻ കൊടുക്കണം. അപ്പൊ തക്ബീർ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇത് സാധാരണ നമ്മൾ ചെല്ലാറുണ്ട്. 3 പ്രാവശ്യം അങ്ങനെ ആവർത്തിക്കും. അത് എപ്പോഴാ തുടങ്ങേണ്ടത്? മിൻ സുബ്ഹി യൗമി അറഫത ഇലാ അസ്രി ആഖിരി അയ്യാമു തശ്രീഖ്.
ദുൽഹിജ്ജ 9-ന്റെ അന്ന് അഥവാ അറഫാ ദിവസത്തെ അന്നത്തെ സുബഹി മുതൽക്ക് നമുക്ക് ഏതാണ് ഈ വർഷം ദുൽഹിജ്ജ 9 എന്ന 16-ാം തീയതിയുടെ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങി. ആദ്യം അതാണ്. ആ തക്ബീർ 3 വട്ടം ചൊല്ലിയതിനു ശേഷമാണ് മറ്റ് ദിക്റുകളിലേക്ക് പോകാവുള്ളൂ. അതുകൊണ്ടാണ് മുഖയ്യദ് എന്ന് പറയുന്നത്. ഈ വർഷം തന്നെ ജൂൺ മാസം 20-ാം തീയതി അസർ നിസ്കാരം ശേഷവും തക്ബീറുണ്ട്, മഗ്രിബിനില്ല. അതോടുകൂടി തീർന്നു. അതുവരെ നിസ്കാരാനന്തരമുള്ള തക്ബീർ, അതാണ് മുഖയ്യദ്. പിന്നൊരു തക്ബീർ സുന്നത്തുണ്ട്. അതേതാ? അറഫാ ദിവസം കഴിഞ്ഞു, പെരുന്നാളിന്റെ രാവ് പ്രവേശിച്ചു. വലിയ പെരുന്നാളാകട്ടെ ചെറിയ പെരുന്നാളാകട്ടെ പെരുന്നാളിന്റെ രാവ് പ്രവേശിച്ചതു മുതൽക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുക. ആദ്യത്തെ തക്ബീർ അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നവർക്ക് ഇമാമിന്റെ തക്ബീർ വരെയും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് അവനവന്റെ തക്ബീർ വരെയും മുഴുവൻ സമയങ്ങളിലും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ആ തക്ബീറിന്റെ പേരാണ് മുർസൽ. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞത് രണ്ട് മസലയാണ്. മറ്റേത് അറഫാ ദിവസത്തെ സുബഹി മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അസർ വരെ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? നിസ്കാരത്തിന് ശേഷമാണ്. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞാലും ചൊല്ലൽ സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരം സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യിത്ത് നിസ്കാരം ഈ പറഞ്ഞ ടൈമിലാണ് മയ്യിത്ത് ഉള്ളത്. അഥവാ അറഫാ ദിവസത്തെ സുബഹി മുതൽക്ക് ഉള്ള സമയത്തിനിടയിൽ അല്ലെങ്കിൽ അയ്യാമത്തെ ശരീക്കിന്റെ അസറിന് മുമ്പായിട്ട് ഏത് മയ്യിത്ത് നിസ്കാരം ഉണ്ടോ അതിനൊക്കെ നിസ്കാരത്തിന് ശേഷം തക്ബീറുൽ ചൊല്ലൽ സുന്നത്തുള്ളതാണ്. സുന്നത്താണ് ഈ പറഞ്ഞത്, വിട്ടുകളയാനുള്ളതല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാളിന്റെ പിറ കണ്ടത് മുതൽക്ക് പെരുന്നാൾ നമസ്കാരത്തിൻ്റെതാകുന്ന ആ സമയം വരെ അഥവാ പെരുന്നാളിന്റെ രാവിലെ 24 മണിക്കൂർ അഥവാ ആ സമയം മുഴുവനും തക്ബീർ സുന്നത്തുണ്ട്. പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഏതുവരെ? പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടുന്നത് വരെ തക്ബീർ അധികരിപ്പിക്കണം. ഇതൊക്കെ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? അതൊന്ന് ചെയ്തുമ്പോ അറിച്ചില്ലോ. കൈ കാശില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കൗമുണ്ട്. കാശ് കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പെരുന്നാപ്പൊടി വല്ലവരും ഇങ്ങോട്ട് കൊണ്ട് തരണമെന്നുണ്ടെങ്കിൽ ചെല്ലിയാൽ മതി. ആ ഒരു വർഷം പറക്കത്തുണ്ടാവും. ചെയ്തു ഒരു 100 തക്ബീറെങ്കിലും നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ഉമ്മമാര് ചെല്ലണം. അല്ലാതെ മൈലാഞ്ചി ഇട്ട് സുബൈ വരെ കഴിക്കാത്തിട്ട് വരച്ചോണ്ടിരിക്കുക. നേരം വെളുക്കുന്നവരെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കും. പോയി മൈലാഞ്ചി ഇടണ്ടെന്നല്ല, അതൊക്കെ ഇട്ടോളി. ആദ്യം ചെയ്യേണ്ട അമലുകൾ ചെയ്തു തീർക്കും. മക്കളെയും കുടുംബങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു 100 തക്ബീർ തസ്ബീഹ് വെച്ചിട്ട് അങ്ങനെ ചൊല്ലി വെക്കണം. സുബ്ഹാന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ തസ്ബീഹ് ചൊല്ലിട്ട് അങ്ങനെ മറിച്ചു. അതിലൊക്കെ വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാൾ നമസ്കരിക്കണം. ഒരൊറ്റ പുരുഷന്മാരും സ്ത്രീകളും പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെടുത്തി കളയരുത്. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് പെരുന്നാൾ നമസ്കാരം. മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. ദുഹായും തഹജ്ജുദും എന്ന് വേണ്ട എല്ലാ സുന്നത്തും നിസ്കരിക്കും. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ഏത്? പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം. ചെറിയ പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഏത് സുന്നത്ത്? വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം വരികയാണ്. അപ്പൊ അത് നിസ്കരിക്കണം. പുരുഷന്മാർക്കും സുന്നത്താണ്, സ്ത്രീകൾക്കും സുന്നത്താണ്. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? സാധാരണ നിയ്യത്ത് വെച്ച് 2 റക്അത്ത് പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കരിച്ചാൽ തന്നെ കൂലി ലഭിക്കുന്നതാണ്. പൂർണ്ണമായ രൂപമാണ് ഒന്നാമത്തെ റക്അത്തിൽ ആദ്യ തക്ബീറിന് ശേഷം 7 തക്ബീറുകൾ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തി കൈ കെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലുക. 7ാമത്തെ തക്ബീർ കഴിയുമ്പോൾ ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാമത്തെ റക്അത്തിൽ അതേപോലെ എഴുന്നേറ്റും കൊണ്ട് വരുമ്പോഴത്തേക്കും വീണ്ടും 5 തക്ബീറുകൾ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തി അല്ലാഹു അക്ബർ കെട്ടുക. വീണ്ടും അല്ലാഹു അക്ബർ കെട്ടുക. ഇങ്ങനെ 5 തക്ബീർ. ആ തക്ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ ദിക്ർ. ആദ്യത്തെ റക്അത്തിൽ എത്ര തക്ബീർ ആയിരുന്നു? 7 ആയിരുന്നു. 2ാമത്തേൽ 5 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒറ്റവട്ടം ചൊല്ലിയാൽ മതി. 5ാമത്തെ തക്ബീർ കെട്ടിക്കഴിയുമ്പോൾ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. സൂറത്തുൽ അഅല സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അറിയാവുന്നവർ അത് പൂർത്തിയാക്കി ഓതുക.
രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ അറിയാവുന്നവരോട് ഓതുക. ഇത് രണ്ടും അറിയത്തില്ലേ? അറിയാവുന്ന സൂറത്ത് പാരായണം ചെയ്യുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തേൽ രണ്ടാമത്തേൽ ഖുൽ ഹുവ അതേ അറിയുള്ളൂ. ആയിക്കോട്ടെ, നിസ്കാരം കളയണ്ട. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ പരിപൂർണമായ രീതിയിൽ നിസ്കാരമായി. പെരുന്നാൾ നിസ്കാരം പോയി പറഞ്ഞത് അല്ലാഹു നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഇത് പറയുന്നത്? പെണ്ണുങ്ങൾക്ക് പലർക്കും ഈ നിസ്കാരം അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇതിന്റെ ശ്രദ്ധ അറിയില്ല. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഇത്. കളയരുത്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ സഹോദരിമാരും നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണിയാണ്. ഇനി കേട്ടോ, ഇനി ഒരു 10 മിനിറ്റ് കൂടി ശരിക്കും കേട്ടോ. 11 മണിയാകുമ്പോൾ ഞാൻ നിർത്തിപ്പോകും. ഇല്ല, സമയമുണ്ടോ? ഒരു 20 മിനിറ്റ് ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണി ഏതാ? പിന്നെ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഉളുഹിയ്യത്ത്. കേട്ടോ, ഈ വർഷം ഉളുഹിയ്യത്ത് ചേർന്നവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 പേരുണ്ട്. 10 പേരായി. അവിടെ ഒന്ന് 11 5 പോത്തുണ്ട്. മാഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ എന്തായാലും സംഘടിത ഉളുഹിയ്യത്തും പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉളുഹിയ്യത്ത് നിങ്ങൾ നടത്തുന്നത് വലിയ അമലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ കണ്ണന്തറ അടുത്തുള്ള മഹല്ലുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. 100 200 250 300 ഒക്കെ പോത്തിനെയാണ് ഇറക്കുന്നത്. കാളയും പോത്തും എന്ന് പറഞ്ഞാൽ നമ്മള് ലോക്കൽ പോത്തല്ല. നമ്മൾ 2 വയസ്സ് എങ്ങനെയെങ്കിലും ആകെയോ ആയില്ലേ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നതൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല. നല്ല സൂപ്പർ സാധനമാണ്. 350 400 500 കിലോ വരുന്ന വലിയ പോത്തുകളാണ്. 2 ലക്ഷവും 2.5 ലക്ഷം രൂപയൊക്കെയാണ് ഷെയർ. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്കതൊരു അതിനോടൊരു മഹബത്താണ്, അതിനോടൊരു ഹുബ്ബാണ്. അല്ലാഹു അമൽ ചെയ്തത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ ഇഖ്ലാസ് വെച്ച് ചെയ്തോ, വലിയ കൂലിയാണത്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ദാദാ 1-2 സംഭവം കേട്ടോ. ഖാല അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉളഹിയ ഗഫറല്ലാഹു ദുനൂബഹു വമഹാ അൻഹു അശ്റു സയ്യിആത് വറഫഅ ലഹു അശ്റു ദറജാത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ പ്രവാചകൻ പറഞ്ഞില്ലേ, അലിയാരെ തങ്ങൾ നിസാരക്കാരനല്ല. സ്വഹാബ അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് ചെയ്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാരി തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ് മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉളഹിയ, ഉളഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഏതൊരു പുരുഷൻ പുറപ്പെട്ടുവോ, ഏതൊരു സഹോദരൻ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചുവോ, ഗഫറല്ലാഹു ദുനൂബഹു, അല്ലാഹുവിന്റെ പാപങ്ങൾ പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്. 10 തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉയർത്തി കൊടുക്കുന്നതാണ്. തീർന്നില്ല. വൈദാ തകല്ലമ ഫീ ശറാഇഹാ, ഉളഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി കടയിൽ പോയി സംസാരം നടത്തുമ്പോ, വാണിയംകുളം ചന്തയിൽ പോയി അതിനു വേണ്ടി സംസാരം നടത്തുമ്പോ, എന്ത് വിലയാണ് എത്രയാണ് ഇതിനെന്നൊക്കെ ചോദിച്ച് അതിന്റെ വയസ്സും കാര്യങ്ങളും തിട്ടപ്പെടുത്തുന്ന സംസാരങ്ങളില്ലേ, ആ സംസാരങ്ങൾ നീ നടത്തുമ്പോ കാന കലാമുഹു തസ്ബീഹാ, ആ
സംസാരം മൂലം അല്ലാഹു സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലായി രേഖപ്പെടുത്തുകയാണ്. ആ സുബ്ഹാനല്ലാഹയായി തസ്ബീഹായി നിന്റെ സംസാരത്തെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, വഇദാ അഖറകതമഹാ, ആ മൃഗത്തെ കിബില നിർണയിച്ചുകൊണ്ട് അതിനെ കടത്തി നീ അതിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി മുറിവെച്ചു അതിനെ അറവ് നടത്തുന്ന സമയത്ത് അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികളില്ലേ, ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ, അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്ക് സമാനമായി അല്ലാഹു സൃഷ്ടിക്കുകയാണ് അശറതം മിനൽ മലായിക, 10 മലക്കുകളെ അല്ലാഹു പടക്കുകയാണ്. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, അവന് വേണ്ടി ആ മലക്കുകളെ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇന്നാലിന്ന മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പാലക്കാട് ജില്ലയിലുള്ള മനുഷ്യനാണ്, മോളൂർ സ്വദേശിയാണ്. ആ മനുഷ്യൻ അല്ലാഹുവേ ഉദ്ഹിയ്യത്ത് അറുത്തതായ വ്യക്തിയാണ്. അവന് വേണ്ടി നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ നാഥാ. ഓരോ മലക്കുകളും ഇസ്തിഗ്ഫാർ തേടുകയാണ്. ഏതുവരെയാണ്? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തിനർത്തിക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. സാരമായ അമലല്ല. ഉദ്ഹിയ്യത്തറക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികൾക്ക് ഒരു തുള്ളിക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതം മിനൽ മലായിക, ഒരു രക്തത്തുള്ളിക്ക് 10 മലക്കുകൾ. എന്നിട്ട് ആ 10 മലക്കുകൾ ഇരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടുക. ഓരോ രക്തത്തുള്ളിക്കും അന്ന് ഓർക്കണം എത്രയാണ് രക്തം ചീന്തുക, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ, ഏറ്റവും വലിയ സുകൃതം, നീ ബലി പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ ഉദ്ഹിയ്യത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ അമില ബിനു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി. ആദം സന്തതികൾ പെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ബലിദാനമാണ്, ഉദ്ഹിയ്യത്താണ്. وإنه ليأتي يوم القيامة بقرونها وأضلافها وأشعارها. ഈ ദുനിയാവിൽ നീ അറുത്തതാകുന്ന ബലിമൃഗത്തിന്റെ രോമകൂപങ്ങളും അതിന്റെ രക്തത്തുള്ളികളും അതിൻ്റെതാകുന്ന സർവ്വ അവയവങ്ങളും നാഥനാകുന്ന പടച്ചറപ്പിലേക്ക് നിനക്ക് സാക്ഷിപത്രമായിട്ട് നാളെ എത്തുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. ലയനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മൃഗത്തിൻ്റെതാകുന്ന രക്തമോ അതിന്റെ മാംസമോ ആവശ്യമില്ല. വലാകിയനാലുഹു തഖ്വാ മിൻകും. പടച്ച റബ്ബ് പ്രവാചകർ മുഖേന അറക്കാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അനുധാവനം ചെയ്തുകൊണ്ട് വർഷാവർഷം കൃത്യമായി അറക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള നോട്ടമാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ തഖ്വ മാത്രമാണ് അല്ലാഹുവിന് ആവശ്യമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ അറക്കാൻ പറഞ്ഞപ്പോ ചെയ്യുന്നുണ്ടോ? പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും വലിയ അമലായിട്ട് പഠിപ്പിക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് ആര് നടത്തുന്നുണ്ടോ അല്ലാഹുവിന്റെ നോട്ടം അതിലേക്കാണ്. അതുകൊണ്ടാണ് അറവ് നടത്തിയാൽ ഉടനെ അല്ലാഹു സ്വീകരിക്കും അതിനെ. നീ അറക്കുന്നതാകുന്ന ആടുമാട് ഒട്ടകങ്ങളുടെ കഴുത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നതായ രക്തത്തുള്ളികളില്ലേ, അത് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ മൃഗത്തെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി.
തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഇത് അറക്കുന്നത്? ഇതിനറക്കുന്നതിന് കൂലി എന്താ? രണ്ട് ഹദീസ് ശരിക്ക് കേട്ടോ. സമയമുണ്ടോ? എല്ലാവരും പൊതി കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം നടക്കണം. കാരണം ശ്രദ്ധ പൊതിയിലേക്ക്. രണ്ട് ഹദീസ് പറയാമോ? പറയാം. പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതിയോട് ആഗ്രഹമുള്ളവരാന്ന് കരുതും. എന്നാലും ഞാൻ വേഗം നിർത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വഹാബത്ത് വന്ന് നബിയോട് ചോദിച്ചു, മാ ഹാദിഹിൽ അളാഹിയു യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഉദ്ഹിയത്ത്? എന്താണ് ഇതുകൊണ്ടുള്ള വിവക്ഷ? നബി തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വസൂരികളിൽപ്പെട്ട പ്രവാചകനാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, അദ്ദേഹത്തിന്റെ ചര്യയാണിത്, അദ്ദേഹത്തിന്റെ ചര്യ. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചരിത്രമൊന്നും ഇപ്പൊ പോകണ്ട, നമ്മൾ പെരുന്നാളിനെ കേൾക്കുന്നതാണ്. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇബ്രാഹിം നബിയുടെ ഈ ചര്യ ഞങ്ങൾ നിലനിർത്തി പോന്നാൽ എന്ത് ലഭിക്കും? എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? കേട്ടോ. وقال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പറയുകയാണ്, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ, അതിന്റെ ഓരോ രോമകൂപങ്ങൾക്ക് സമാനമായി നന്മയാണ്, നന്മയാണ്, പാപമോചനമാണ്, പാപമോചനമാണ്. ഓരോ രോമകൂപത്തിന് സമാനമായി നന്മ രേഖപ്പെടുത്തും. ഒരു മൃഗത്തിന് എത്ര രോമമുണ്ട്? ഒരു ആടിന്, ഒരു മാടിന് എത്രയാണ് രോമം? അതിന്റെ ഓരോ രോമകൂപങ്ങൾക്കും ഓരോ ഹസനത്ത് രേഖപ്പെടുത്തും. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. ഇസ്ലാമിന്റെ പൊതുതത്വമാണ്, ഒരു നന്മ ചെയ്താൽ 10 നന്മ അല്ലാഹു രേഖപ്പെടുത്തുമേ. അപ്പോൾ കോടാനുകോടി അനുഗ്രഹമാണ്. നൽകട്ടെ. മാത്രമല്ല ഹദീസ് ധാരാളം ഉണ്ട് കേട്ടോ, ഡസൻ കണക്കിനുണ്ട്. മൻ ലഹാ തയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ ലിഉദ്ഹിയതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. ഹൃദയത്തിന്റെ പരിശുദ്ധിയോടുകൂടി, നല്ല മനസ്സോടുകൂടി ആരൊരുവൻ ഉദ്ഹിയത്തിന്റെ ബലിദാനം നടത്തിയോ, അതിൽ ഷെയർ ചേർന്നവരുണ്ടോ, നരകീയ മോചനം ഉറപ്പാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടും. ആദ്യം പറഞ്ഞ എന്താ? നന്മ അക്കൗണ്ടിലേക്ക് രേഖപ്പെടും. ഉദ്ഹിയത്തിന് മൃഗം വാങ്ങാൻ പോകുന്നതിനും അതിനെ സംസാരിക്കാൻ കിട്ടുന്ന കൂലിയൊക്കെയാണ് ആദ്യം അലി റളിയല്ലാഹുവിന്റെ വാക്ക് പറഞ്ഞത്. കൂലിയാണ്. കൂലിയില്ലാത്ത ഒരു പരിപാടിയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അറവ് നടത്തിയതിനു ശേഷം അതിന്റെ തോല് കൊണ്ടുപോയി വിൽപ്പന നടത്താൻ പാടില്ല. തോല് കൊണ്ടിട്ട് എന്ത് ചെയ്യാ? വിൽപ്പന നടത്തുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അറവ് നടത്തിയവന് കൂലി കൊടുക്കുക. അവൻ പറയാണ് 3500. ഉദാഹരണം പറയാണ് കേട്ടോ. അറവ് നടത്തിയതും വെട്ടിയതിനും കൂലിയൊക്കെ എത്രയാണ്? 3500, 4000 രൂപ. അപ്പൊ എന്ത് ചെയ്ത് ഒരു 3500 ഇത് കൊടുത്ത് 500 രൂപയ്ക്ക് തോലെല്ലാം കൂടെ കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂലി കൊടുത്തു. പറ്റൂല, അനുവദനീയമല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംഘടിതമായി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. സംഘടിതമായി നടത്തിക്കോ, നല്ലത് തന്നെയാണ്. പക്ഷെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. സംഘടിതമായിട്ടായാലും അല്ലാതെ നടത്തിയാലും ഉദ്ഹിയത്തിന്റെ മസലയാണ് ഈ പറഞ്ഞത്. കാരണം ഇത് ആരാധനയാണ്. ആരാധനയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതാകുന്ന മൃഗത്തിന്റെ തോല് വിൽപ്പന പറ്റൂല. അങ്ങനെ വിൽപ്പന നടത്തിയാൽ ലാ ഉദ്ഹിയത ലഹു മൻ ബാഅ ജിൽദ ഉദ്ഹിയത്തിൽ ലാ ഉദ്ഹിയത ല ശഫീഉനാ റസൂലുള്ളാഹി. ഉദ്ഹിയത്തിന്റേതാകുന്ന ബലിമൃഗത്തിന്റെ തോല് കൊണ്ടുപോയി കച്ചവടം നടത്തിയവന് അവന് ഉദ്ഹിയത്തിന്റെ പ്രതിഫലമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാര്യമായിട്ട് ഉദ്ഹിയത്ത് നടത്തിയതാണ്, പക്ഷെ കൂലി ഉണ്ടാവൂല. ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സംഘടിതമായി നടത്തുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബ. നടത്താൻ വലിയ കൂലിയാണ്, പക്ഷെ നടത്തേണ്ടതിന് പ്രകാരം ഉലമാഇനോട് ചോദിച്ച് നടത്തേണ്ട രീതിക്ക് തന്നെ നടത്തണം. ഓരോ പോത്തിലും 7 പേര് കൃത്യമായി ഷെയർ വരണം.
പോത്തിനെ കൊണ്ടുവന്ന് നിർത്തി അറവ് നടത്താൻ പോവാൻ. ഓരോരുത്തരുടെ പേര് വിളിക്കണം. 7 പേരും അവിടെ ഹാജറാവണം. ഹാജറില്ലാത്തവനെ ഫോൺ വിളിച്ച് സ്ഥലത്തില്ല, ഗൾഫിലാണ്, വക്കാലത്ത് ഏറ്റുവാങ്ങണം. വക്കാലത്ത് സ്വീകരിക്കണമെങ്കിൽ ഷാഫി മദ്ഹബിൽ അവന്റെ നാട്ടിലും വക്കാലത്ത് തരുന്നവന്റെ നാട്ടിൽ എന്ത് വേണം? വക്കാലത്ത് ഏറ്റെടുക്കുന്നവനും തരുന്നവന്റെയും നാട്ടിൽ രണ്ടുപേരുടെയും നാട്ടിൽ ഉളഹിയ്യത്തിന്റെ സമയം പ്രവേശിച്ചിരിക്കണം. അപ്പൊ അവിടുന്ന് ഫോണിലൂടെ പറയാണ്, ഗൾഫിലുള്ളവൻ എന്റെ സുന്നത്തായ ഉളഹിയ്യത്തിനെ നടത്താൻ നിനക്ക് ഞാൻ വക്കാലത്ത് തന്നിരിക്കുന്നു, അഥവാ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇയാൾ ഫോണിലൂടെ ഇവിടെ നിന്ന് പറയണം, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അയാൾ ഇവിടെ അറവിന് തൊട്ട് മുമ്പ് ഇന്ന ആളുകൾ, ഉദാഹരണത്തിന് അബൂബക്കർ എന്ന വ്യക്തിയാണ്, അയാൾക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്ത് ഏറ്റെടുത്തത്. അപ്പൊ അബൂബക്കറിന്റെ സുന്നത്തായി ഏൽപ്പിക്കപ്പെട്ട വക്കാലത്തിനെ, ഉളഹിയ്യത്ത് എന്ന മൃഗത്തിന്റെ വക്കാലത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് ഇവിടുന്ന് നിയത്ത് ചെയ്യണം. അറവിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. അല്ലാ ചുമ്മാ ചിലരെന്ത് ചെയ്യുന്നത്, 12,000 രൂപ ഉദാഹരണം പറയാണ് ഷെയർ, 8,000 രൂപ ഷെയർ. ഇന്നലെ ഞാൻ കാസർഗോഡായിരുന്നു, അവിടെ 12,000 രൂപയാണ്. എന്റെ മഹലില് തിരുവനന്തപുരം ആലങ്കോട്, അവിടെയും 12,000. 8,000 രൂപ ഷെയർ. ഞാനിത് പറഞ്ഞതിനാ, സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷമെങ്കിലും 9 ചോദിക്കും. ഇതിനെ 9 ചോദിക്കരുത്. ചിലപ്പോ 9 ആവാം. അതുകൊണ്ടില്ലേ ഇപ്പൊ പറഞ്ഞപ്പോ 12 വരെ എത്തിക്കും. മുക്കാറും അൻവരിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും ഇവിടെ നോക്ക്, സാധനങ്ങൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇത് വാങ്ങുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിന് അറവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഒരുപാട് ഘടകങ്ങൾ കൂടി അത് ശ്രദ്ധിക്കണം. സമയത്ത് അവിടെ ആളുണ്ടാവണം. പലരും എന്ത് ചെയ്യും, 8,000 രൂപ ഷെയർ കൊടുക്കും. ഉദാഹരണം പറയാം. എന്നിട്ട് പറയും, എന്റെ ഓഹരി വീട്ടിലേക്ക് എത്തിച്ചേക്കാൻ പറയും. നിയത്തും ഇല്ല, ഒന്നുമില്ല, കള്ള ഹയവാൻ. അങ്ങനെ ശരിയാവും? പൈസ കൊടുത്താൽ ഉളിയത്ത് ശരിയാവും? ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ നിൽക്കണം. യാ ഫാത്തിമതു ഖൂമി ഉളഹിയ്യതകി ഫശ്ഹദിഹാ. അല്ലയോ ഫാത്തിമ, ഫാത്തിമ, നീ നിന്റെ ഉളഹിയ്യത്തിന്റെ ബലിദാനത്തിൽ നീ സന്നിഹിതയാവണേ. ഫഇന്നലകി ഫഇന്നഹു യുഗ്ഫറു ലകി ബികുല്ലി ഖതറത്തിൻ തഖതുറു മിൻ ദമിഹാ കുല്ലു ദംബിൻ അമിൽതിഹി. നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കാൻ കാരണമാണ് അതിന്റെ സ്ഥലത്ത് നീ സന്നിധിയാകലെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപം പുറത്തു കിട്ടണമെങ്കിൽ അടുത്തു വരണം, മൃഗത്തിന്റെ അടുത്തുണ്ടാവണം, സന്നിഹിതയാവണം. ഇനി സ്ത്രീകളുണ്ട് ഷെയർ ചേർന്നവർ എങ്കിൽ അന്യപുരുഷനിൽ നിന്ന് മാറി ഒരല്പം മാറിയിട്ട് അവർ നിയത്ത് ചെയ്തിട്ട് അവിടെ തന്നെ ഉണ്ടാവണം. ഇനി വരാൻ പറ്റത്തില്ലേ, അവിടെ ഉള്ളതാകുന്ന കുടുംബത്തിൽപ്പെട്ട മക്കളെയോ ഭർത്താവിനെ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചിട്ട് അവരെ പറഞ്ഞു വിടി, സന്നിഹിതനാവണം. അതാ ഷെയർ ചേർന്ന് എന്റെ പൊതി വീട്ടിലേക്ക് എത്തിച്ചേക്ക്. ആ പരിപാടി ആണ് ഞാൻ പറഞ്ഞത്. സംഘടിതമായി നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഉളഹിയ്യത്ത് അറത്തി, അതിനെ അറവ് നടത്തിയതിനു ശേഷം ഓരോ മൃഗത്തിൽ നിന്നും ആ നാട്ടിലുള്ള പാവപ്പെട്ട ഫഖീർ മിസ്കീനുകൾക്ക് നിർബന്ധമായ ഓഹരിയുണ്ട്. അത് ആദ്യം അതിൽ നിന്ന് മാറ്റിവെക്കണം. ഉദാഹരണത്തിന് 5 പോത്തുണ്ട്. 5 പോത്തിന്റെ ഒന്നായിട്ട് ഇറത്ത് ഒരു ടാർപ്പ് വലിച്ചിട്ടിട്ട് അതിന്റെ മുകളിലോട്ട് ഇറച്ചി കൊണ്ടുവന്ന് മൊത്തത്തിൽ കൂട്ടി, എന്നിട്ട് അതിൽ നിന്ന് ഒന്നായിട്ട് എടുത്തിട്ട് ഫക്കീറിന് കൊടുത്തു. അത് പറ്റൂല. ഓരോ മൃഗത്തിൽ നിന്നും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും നല്ല പണി അതാണ്. ഓരോ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? 1 ഫക്കീറുകൾക്ക്. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ? അന്നുള്ള ചെലവ് പോലും കഴിഞ്ഞു പോകാത്ത വ്യക്തിക്കാണ് ഫക്കീർ എന്ന് പറയുക. മനസ്സിലായില്ല? അന്നത്തെ കാര്യം പോലും ഇടങ്ങേറില്ല, അന്നത്തെ ഭക്ഷണം പോലും ബുദ്ധി, അവനാണ് ഫക്കീർ. അപ്പൊ അങ്ങനത്തെ ഉള്ള ലിസ്റ്റ് മഹലിലെടുക്കണം, ഒരു ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് ആദ്യത്തെ പോത്തിനെ അറുത്തിട്ട് അതിന്റെ ഒരു ഷെയർ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാം. ഒരു 10 കിലോ എങ്കിലും ചുരുങ്ങി നമ്മൾ മാറ്റണമെന്ന് അർത്ഥം. ഒരല്പമെങ്കിലും ഫക്കീറുകൾക്ക് കൊടുത്തിരിക്കണം, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഒരു കുറച്ച് കിലോ എടുത്ത് മാറ്റി. ഉദാഹരണം പറയാം, ആ പോത്തിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഒരു വിഹിതം കുറച്ചും കൂടെ മാറ്റി വെച്ചു. ആ നാട്ടിലുള്ളതാകുന്ന മീഡിയം ആൾക്കാർ, പണക്കാരായ ആൾക്കാർ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു.
മൂന്നാമത്തെ ഒരു വിഹിതം എടുത്തിട്ട് ഷെയറിന്റെ അഹിലുകാരുണ്ട്, 7 പേരാണല്ലോ ഷെയർ കയറുന്നത്, അവർക്ക് കുറച്ച് കരളിന്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം നബിതങ്ങൾ കഴിച്ചിട്ടുള്ളത് ഉദഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് ഏതാണ്? കരളിൽ നിന്ന് അല്പമാണ് നബിതങ്ങൾ കഴിച്ചത്, ബാക്കിയൊക്കെ സ്വതക്കയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നമ്മൾ അറിവ് നടത്തിയ 1/3 എനിക്കാന്നാണ്, 1/3 എനിക്ക് വേണം കേട്ടോ എന്ന് പറയുന്ന സൈസാണ് നമ്മൾ. അറിവ് നടത്തുന്നത് തന്നെ 10 കിലോ വീട്ടിൽ കൊണ്ടുപോയി അപ്പച്ചമ്പി വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മറ്റേത് കൊടുക്കാന്നുള്ള നിയത്തിലാണ് നിബിധകൾ. അപ്പൊ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ പോത്തിനെ അറുത്തു, നേരത്തെ കൊണ്ടുവന്ന് മാറ്റിയിട്ടതിന്റെ മുകളിലേക്ക് അഥവാ ഫക്കീർ മിസ്കീനിലേക്ക് ഓരോഹരി അതിന്റെ മുകളിലിടുക. അപ്പൊ പ്രശ്നമില്ല. വലിയ പണക്കാരിലേക്കുള്ള വേറൊരു ഡിവൈഡ് ആക്കി. മൂന്നാമത്തെ ഷെയറുകാർക്ക് ഇട്ടു. എന്നിട്ട് ഈ ഷെയറുകാർക്ക് അതിൽ നിന്ന് വേണം കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് അപ്പുറത്തുനിന്ന് കൊടുക്കാം. അങ്ങനെ മാറ്റണം. ഓരോന്നിൽ നിന്നും സെപ്പറേറ്റ് ആക്കണം. ഒന്നായിട്ട് ഇറച്ചു കൂട്ടിയിട്ട് കുറച്ച് പാവപ്പെട്ടവർക്ക് വിധിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് തെറ്റാണ്. ഓരോന്നും വീതിക്കണം. ഓരോ പോത്തിൽ നിന്നും അവനവന്റെ ഷെയർ വേണം കൊണ്ടുപോകാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ ഷെയർ മാറ്റിയിട്ടു. പിന്നെ അതിന്റെ മുകളിൽ മറ്റവരുടെ പോത്ത് വന്നു, അതെല്ലാരും സംതൃപ്തിപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുത്തോ, പ്രശ്നമില്ല. ഷെയർ എടുക്കുന്നതിലെ വിഷയം വരില്ല. കാരണം ഓരോരുത്തർക്കും നിശ്ചിതമായ കൊടുക്കുള്ളൂ, ഇത്ര പുതിയ ചിലപ്പോൾ കൊണ്ടുപോകുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് സംഘടിതമായി ചെയ്യൽ തന്നെ. അൽഹംദുലില്ലാഹ് വലിയ പുണ്യമാണ്. പക്ഷെ ശ്രദ്ധ വെച്ച് ചെയ്യണം. ചെയ്താൽ വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ. ചെയ്താൽ കിട്ടുന്ന കൂലി എന്താ? സമ്പത്ത് വർദ്ധിക്കും. അടുത്തൊരു വർഷം നിങ്ങൾക്ക് വലിയ റാഹത്തുള്ള ജീവിതം ഉണ്ടാവും. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ സുന്നത്താൻ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഒരു ഷെയർ പറ്റുമെങ്കിൽ ചേരണം. 8,000 രൂപ അവർക്കും കൊടുക്കണം. എന്നിട്ട് അവരുടെ നിയ്യത്ത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. റാഹത്തായിട്ട് അവർക്കും വേണ്ടി ചെയ്യണം. ഇനി ഈ കൊല്ലം സാധിച്ചില്ല, അടുത്ത വർഷമെങ്കിലും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് സിഹത്ത് കിട്ടുക, ഖുവ്വത്തുണ്ടാവുക, അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്നതാകുന്ന ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി മക്കള് നല്ല മൂരിയെ കൊണ്ടുവന്ന് അറക്കുമ്പോ ഉമ്മ എഴുന്നേറ്റിരിക്കുക. പിന്നെ ഉമ്മാക്ക് ഒരു അസുഖമില്ല, റാഹത്ത്. പിന്നെ ഒരു കാള കൂടി 10 കൊല്ലം കഴിയുമ്പോൾ അവൻ അറക്കും. എങ്ങനെയെങ്കിലും മരിക്കാൻ വേണ്ടി. കാരണം മരിക്കുന്നില്ല. കാരണം എന്താ? ഈ ആദ്യത്തെ അറിവ് നടത്തോടുകൂടി പിന്നെ റാഹത്തായി, നല്ല സിഹത്ത് കിട്ടുക. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതാണ് അറിവ് നടത്തിയുള്ള കൂലി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യലില്ലേ? അങ്ങനെ ചെയ്തു നോക്ക്, ചെയ്താലല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? അറിവ് നടത്തണം. അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഖീഖയുടെ അറിവ്. അഖീഖയുടെ അറിവ് നടത്തിയാൽ ആ കുട്ടിക്ക് ആരോഗ്യം സിഹത്തും പ്രധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഉളഹിയത്തിന്റെ കൂടൊപ്പം ഷെയർ ചേർന്നിറക്കാൻ പറ്റും. അഥവാ 7 ഷെയറിൽ 1 ഉളഹിയത്തും അടുത്ത രണ്ടാമത്തെ ഷെയർ അഖീഖയും. ഇങ്ങനെ ചെയ്യാനും പറ്റും. പരിശുദ്ധ ഇസ്ലാം ഇതിനൊക്കെ സംവിധാനം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് മസലപരമായിട്ട് കൂടുതൽ പോകുന്നില്ല, സമയം പോകും. നിങ്ങളതൊക്കെ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ തീർക്കും. എല്ലാവരും അത് അമൽ ചെയ്യണം. ഒരാളും അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരൊറ്റ ഹദീസ് നബിതങ്ങൾ പറയാൻ, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ഉളഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, ഫലാ യഖറബന്ന മുസല്ലാനാ, പെരുന്നാള് നിസ്കരിക്കാൻ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉളഹിയ്യത്തിന്റെ ബലിദാനത്തിന് കഴിവുള്ളതാകുന്ന മനുഷ്യ മാനവ, അതിനെ ചേരാതിരിക്കുന്നതായ ആളുകളില്ലേ, പെരുന്നാളിന്റെ സുദിനത്തിൽ അവനും അവന്റെ കുടുംബത്തിനും അഥവാ അവന്റെ ആശ്രിതർക്കും ഭക്ഷണ താമസ പാർപ്പിട സൗകര്യങ്ങളിൽ നിന്ന് മിച്ചമായിട്ട് 8,000 രൂപ ഒരു ഷെയറിനുള്ളതാകുന്ന തുക എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ ശക്തിമത്തായ സുന്നത്താ. അത് നൽകാതെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പെരുന്നാളിന് വരേണ്ടതില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഹനഫി ഇമാം റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹബിൽ നിർബന്ധമാക്കി. ഹനഫികൾക്ക് നിർബന്ധമാണ് ഉളഹിയ്യത്ത്.
കാരണം എന്താ, പെരുന്നാൾ നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ഉളഹിയത്തിന്റെ ബലിദാനത്തിന് വേണ്ടി കരുതിക്കൊണ്ടാണ് നിസ്കരിക്കാൻ പോകുന്നത്. കാര്യം കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യേണ്ട അമൽ അറവാ. നമ്മുടെ മദ്ഹബിൽ ശക്തിമത്തായ സുന്നത്താണ് പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും പെരുന്നാളിന്റെ അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം, പാർപ്പിട സൗകര്യങ്ങൾ കഴിച്ച് ഒരു 8000 രൂപ അഥവാ ഒരു പോത്തിൽ ഷെയർ ചേരാനുള്ള കാശുണ്ട് എങ്കിൽ നിർബന്ധമായും നാം ചേർന്നിരിക്കും.